ഈ തലമുറയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പോയ കാലത്തെ ഹിറ്റ് ചിത്രങ്ങൾ ഒരിക്കൽ കൂടി തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അഴകേ നിന്നിഴി നീർമണിയിൽ കുളിരല തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൻ മുത്തുപൊഴിക്കരുതേ, പരിഭവങ്ങളിൽ വിരകവേള തന്നൊമ്പരം. നമുക്ക് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അമരത്തിലെ നായകൻ ആക്ച്വലി അശോകനാണ് എന്ന് പറഞ്ഞൊരു സംഭവം. ഹീറോ അല്ലേ? അതെ. അല്ല, ഈ സിനിമയിലെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ പണ്ടുപോലെ നമ്മൾക്ക് പിന്നെ പ്രേമമുണ്ടെന്നുണ്ടെങ്കിൽ പാട്ടുമുണ്ടെങ്കിൽ അതാണ് ഹീറോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമരത്തിലെ നായകൻ അല്ലേ? അല്ല, അങ്ങനെയാണേ പറയാം. തൂവരുതേ. ശരിക്കും മമ്മൂക്കയുടെ ആ സീൻ, അത് മമ്മൂക്ക തന്നെ വഞ്ചി തുഴയുന്ന സീൻ വെച്ചിട്ട് തന്നെ അത് മമ്മൂക്ക തന്നെയാണ് നന്നായിട്ട് തുഴയും ആണല്ലേ? അസലാണ്. നമ്മള് ഒരു പേടിച്ചു പോയില്ലോ. ആദ്യമായിട്ട് പുള്ളി വന്ന് ഈ വള്ളത്തെ ചെറിയൊരു വള്ളത്തെ തുഴഞ്ഞ് മുന്നോട്ട് പോയിട്ട് അത് തുഴഞ്ഞു പോയി. ഞാനൊക്കെ അന്തം വിട്ട് എനിക്ക് പേടിച്ചിട്ട്. ശരിക്കും മമ്മൂക്കയ്ക്ക് അറിയാം, ഓൾറെഡി തുഴയാൻ അറിയാം. ഈ തലമുറയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പോയ കാലത്തെ ഹിറ്റ് ചിത്രങ്ങൾ ഒരിക്കൽ കൂടി തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ക്യാമറയ്ക്ക് മുന്നിലും അണിയറയിലും താരസമ്പന്നമായിട്ടുള്ള ഒരു ചിത്രം ഒരിക്കൽ കൂടി എത്തുകയാണ്. അമരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നടൻ അശോകൻ ചേട്ടൻ, ഒപ്പം നിർമ്മാതാവ് ബാബു തെരുവിൽ സാർ. നമസ്കാരം. നമ്മൾ എപ്പോഴും സിനിമയെക്കുറിച്ച് പറയാറുണ്ട്, എല്ലാ തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്തുന്ന പ്രീതിപ്പെടുത്തുന്ന ചിത്രം എന്ന് പറയാറുണ്ട്. പക്ഷേ അമരത്തെ വിശേഷിക്കുമ്പോൾ എല്ലാ തലമുറയെയും ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് അത് മാറുന്നു എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് 34 വർഷങ്ങൾക്ക് ഇപ്പുറം അതിന് അത്രത്തോളം സ്വീകാര്യത കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വരുന്നതും. ഒരിക്കൽ കൂടി തിയേറ്ററിൽ എത്തുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രതീക്ഷ എങ്ങനെയാണ് നിർമ്മാതാവിനും നടനും എന്നുള്ള രീതിയിലേക്ക്? എന്നെ സംബന്ധിച്ച് ഈ പടം അങ്ങനെ ഒന്നും വളരെ നല്ല ഒരു പേരുണ്ടാക്കിയ സിനിമ രണ്ടാമത് വരിക, ആക്ടേഴ്സിനൊക്കെ നല്ല പേരുണ്ടായിരുന്നു എല്ലാവർക്കും. അതാണ് വീണ്ടും പുതിയ തലമുറ കാണുക എന്നുള്ളതാണ്. അല്ല, ഇപ്പം നിർമ്മാതാവിനെ സംബന്ധിച്ച് അതുണ്ടെങ്കിലും ഇപ്പം നിർമ്മാതാവിനെ സംബന്ധിച്ച് പൈസയും വരണമല്ലോ. നമുക്ക് പൈസ ഒന്നുമില്ല, പക്ഷെ അവർക്ക് പൈസ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടാവും. ഉണ്ട്. ഒരു സിനിമയുടെ റിലീസിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഷെയറുടെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിർമ്മാതാവിന് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ലാഭം കൂടിയും അനിവാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ റിലീസിന് എത്തുമ്പോഴും ലാഭം ഉണ്ടാവും അല്ലേ? അപ്പോൾ നടനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സാമ്പത്തിക ലാഭം ആദ്യത്തെ റിലീസിന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ടാമത്തെ റിലീസിന് വരുമ്പോൾ ഒരു ലാഭം എന്തായിരിക്കും? എന്തായിരിക്കും സന്തോഷം കിട്ടുന്നത്? അത് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഡീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഒക്കെ ഒരു 5-10 ഇരട്ടി കൂടിയാണെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. കാരണം കടലും ഒക്കെ ആയിട്ടുള്ള സംഭവമായിരുന്നു. പണ്ടത്തെ മാതിരി നിങ്ങളിപ്പം ഇത് വെച്ചാൽ കാണാം, അങ്ങനൊന്നും നല്ല പരിപാടി അന്നത്തെ കാലത്ത്. നെഗറ്റീവാണ്, അതിൽ നിന്നാണ് ഇത് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ കാണാൻ തന്നെ പറ്റുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എടുത്ത സിനിമകളാണ് ഭയങ്കര എക്സ്പെൻസായി. മനസ്സിലായില്ലേ? ഞാൻ രക്ഷോട് പറഞ്ഞിട്ട് രഹസ്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ മാനേജ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡീൽ ചെയ്തിട്ടുണ്ട്. അന്തർധാര സജീവമാണ് എന്നുള്ളത്. അശ്വിൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വേഷം ലോട്ടറി ആയിരുന്നു എന്നുള്ള സംഭവം. ഇപ്പം വിളിക്കുന്ന സമയത്ത്, ഭരത സാർ വിളിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഞെട്ടലോടെയാണ്. അവിടെ വന്നു കഴിഞ്ഞിട്ടും അതിലോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. റൂമിൽ ഇരുന്നിട്ട് കുറേ ചിന്തിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഉത്തരത്തിലോട്ട് എത്തിയത്. ഞാൻ തിരിച്ച് വണ്ടി കയറണോ എന്നുള്ള ആലോചന ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞൊരു യെസ് ഷൂട്ട് തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സീനിൽ പിന്നീട് വേണ്ടിയിരുന്നില്ല എന്ന് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും? അങ്ങനെയല്ല, അത് ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡയറക്ടർ പറഞ്ഞു, അത് നീ ആപ്റ്റാണ്, കറക്റ്റാണ് പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു സന്തോഷമാണ്, ഒരു ഇൻസ്പിറേഷനാണ്. ആക്ടറൊക്കെ കിട്ടുന്നൊരു ഇൻസ്പിറേഷൻ ഒന്നാണ് അതുപോലെ ഡയറക്ടർ പറയുമ്പോഴൊക്കെ. പിന്നെ അഭിനയിക്കുമ്പോൾ എപ്പോഴും എല്ലാ ടേക്കൊന്നും നമുക്ക് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആവുമെന്നോ ആണോന്നോ അതൊന്നും നടക്കില്ലല്ലോ. ഒരുപാട് സീനുകൾ, ഷോട്ടുകളൊക്കെ റീടേക്കുകളും റിഹേഴ്സലൊക്കെ ഒരുപാട് പലരും വന്നിട്ടുണ്ട്. റിഹേഴ്സലും റീടേക്കൊക്കെ ഒരുപാട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആക്ടേഴ്സിനെ സംബന്ധിച്ച് ഒരു മനസ്സിന് പ്രയാസം ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ട് ഇത് ഓക്കെ ആവുന്നില്ല എന്നൊക്കെ ഒരു ചിന്തകളും അങ്ങനെയുള്ള ചെറിയ വിഷമങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷേ കാര്യങ്ങളെല്ലാം പിന്നെ അവസാനം വന്നതെല്ലാം ശുഭമായിട്ട് തന്നെ വന്നു. പിന്നെ
ഇവിടെ നടനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ വരിക ഇത് കുറെ ടേക്കുകൾ പോണ്ടി വരുമോ എന്നുള്ളതാണ്. പക്ഷെ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ടെൻഷൻ വരിക ഇത് പോണനുസരിച്ച് ഫിലിം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇത് ഓക്കെ ആകുന്നില്ലെങ്കിൽ വിഷമം. ഇത് ഇവിടെ നിർമ്മാതാവിനെ സംബന്ധിച്ച് ഫിലിം പോയിക്കൊണ്ടിരിക്കുന്നു. അതെ. അപ്പൊ അന്ന് ശരിക്കും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്രത്തോളം താരസമ്പന്നമാണ്, അതായത് മുമ്പിലും മണിയറയിൽ എന്ന് പറയുമ്പോഴും നമുക്ക് ഉദ്ദേശിച്ചൊരു ബഡ്ജറ്റ് ഉണ്ട്. സാർ തന്നെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ട് അത് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു തരത്തിലും ഈ ചിത്രത്തിന് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നൊരു മനോഭാവത്തോടെ തന്നെയാണോ നിന്നിരുന്നത്? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം ചെയ്ത സിനിമ അറിയോ, മിന്നാമിന്റെ 100 വട്ടം. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു. ഒന്നാമത് നമ്മുടെ പ്രായം എന്ന് പറയുന്നത് അന്ന് എനിക്ക് 26 വയസ്സേ ഉള്ളൂ. മിന്നാമൻ ചെയ്യുമ്പോൾ 29th ഏജിലാണ് ഞാൻ ഈ അമരം ചെയ്തത്. അപ്പോ നിർമ്മാതാവും നാട്ടിലും വന്ന ഒരേ പ്രായക്കാരാണ്, 29. ഞങ്ങൾ രണ്ടുപേരും പ്രായം, മറ്റെല്ലാം ചേട്ടന്മാരായിരുന്നില്ലേ? എല്ലാം പുരുഷന്മാരെ. അന്ന് അവർക്ക് ഞങ്ങളൊക്കെ 10-12 വയസ്സിന് 8-10-12 വയസ്സിന് മൂത്ത ആൾക്കാരെല്ലാവരും. അപ്പം എൻ്റെ ഉള്ളിലൊരു ധാരണ ഉണ്ടായിരുന്നു എനിക്ക് ഫിലിം ഡയറക്റ്റ് ചെയ്യണം, മലയാളിനോട് നിൽക്കുന്നു, കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെയുള്ള. എൻ്റെ ഫ്രണ്ടായിരുന്നല്ലോ ജയരാജ് മലയാളിൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നല്ലോ. ജയരാജ് ഞാൻ അവരോടുണ്ട്. കാരണം അവളിൽ കൂടെ ഞാൻ സിനിമ പഠിക്കുന്നത് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാതെ ഞാൻ പഠിക്കുന്ന അവരിൽ നിന്ന് അസിസ്റ്റൻ്റ് ആകാതെ പഠിച്ചതാണ്. അങ്ങനെയുള്ള ഞാൻ തനിച്ചെല്ലാനൊക്കെ ചെയ്തത്. അതെനിക്ക് നാഷണൽ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക്. അപ്പം എൻ്റെ ഒരു ഉദ്ദേശം നല്ല സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. മനസ്സിലായില്ല, അതിനകത്ത് എത്ര ബഡ്ജറ്റ് എന്നുള്ളൊരു സംഭവങ്ങൾ അന്ന് കൂടുതലും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നും നമുക്ക് വലിയ പണക്കാരനാകാൻ സാധിച്ചിട്ടില്ല നല്ല സിനിമകൾ എടുത്തുകൊണ്ട്. അതാണ് അതിൻ്റെ സത്യം. അതല്ലായിരുന്നു നമ്മുടെ ഉദ്ദേശം. നല്ല സിനിമകൾ നാട്ടുകാരെ കാണിക്കുക, ആൾക്കാർക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകട്ടെ എന്നൊരു ചിന്തയായിരുന്നു. കലാമൂല്യം ഉണ്ടായിരിക്കണം എല്ലാ സിനിമകളും. ഇപ്പം അമരം കഴിഞ്ഞാൽ സവിത എടുത്ത്, സവിത അവാർഡ് ശാന്തികൃഷ്ണ, പിന്നെ ചിത്രകേറ്റം എന്നുള്ള മൗനസ്വരം എന്നുള്ള പാട്ടിന്, പിന്നെ കണ്ണകി എടുത്ത്, പിന്നെ അതിനും നല്ല ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് ആ സാധനങ്ങൾ കിട്ടിയത്. പിന്നെ സമാഗമം, പിന്നെ അങ്ങനെ അറേബ്യ വേറെ ലൈനിൽ പോയൊരു സിനിമയാണ്. പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ തനിയാണ്. തനിയൊക്കെ എനിക്ക് 20 അവാർഡിൽ കിട്ടി. പക്ഷേ ഈ നിർമ്മാതാവുന്ന സമയത്താണ് സംവിധാന മോഹം ഉണ്ടായിരുന്ന ഒരാൾ. 91-ലാണ് നമ്മൾ ചിത്രം ഇറങ്ങുന്നത്. പക്ഷേ തനിയെ ചെയ്യാൻ 2007 വരെ കാത്തിരിക്കേണ്ടത് എന്തുകൊണ്ടായിരുന്നു ശരിക്കും? അത് ശരിക്കും നവാഗതനായിട്ടുള്ള സംവിധാനമുള്ള അവാർഡ് വരെ കിട്ടിയതാണ്. അപ്പൊ ശരിക്കും എന്തുകൊണ്ട് ഇത്രയൊരു ഗ്യാപ്പ് വന്നപ്പോൾ എന്തുകൊണ്ടായിരുന്നു? കാരണം ഞാൻ ഈ ഇടയ്ക്ക് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്ന് പിന്നെ ഇട്ടിട്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെയുള്ള സിനിമകൾ നല്ല സിനിമകൾ ചെയ്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മാറിപ്പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അത് 2-3 വർഷം കഴിയുമ്പോഴാണല്ലോ ഓരോ സിനിമ ചെയ്യുന്നത്. അപ്പം ആഗ്രഹം ഉണ്ടെങ്കിലും അതിലേക്ക് പോകാൻ പറ്റുന്നില്ല. മനസ്സിലായില്ല? അതുകൊണ്ടാണ് അത് ഇത്ര നീണ്ടുപോയത് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആഗ്രഹം സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് ഇപ്പോഴും ഞാൻ 2 വർഷം മുമ്പ് മനസ്സെന്ന് പറഞ്ഞ സിനിമ ചെയ്തു. സ്റ്റിൽ ഞാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം അന്ന് 25-26 വയസ്സിൽ വരുമ്പോഴും ഇപ്പോൾ ഇപ്പം എത്ര വയസ്സായി? ഈ പ്രായത്തിൽ നല്ല സിനിമകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു ജന്മത്ത് നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? മനസ്സിലായില്ലേ? അതെനിക്ക് സിനിമയിൽ കൂടെ പറയാൻ പറ്റുമോ? പരസ്പരം സ്നേഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം എന്നുള്ള വികാരങ്ങളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തം. അതാണ് എൻ്റെ സിനിമയും. ഈ പ്രായത്തിന് കേസ് പറഞ്ഞപ്പോൾ തന്നെ എപ്പോഴും ഒരു മീശയും മുടിയും തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അമരത്തിന്റെ 2ാം ഭാഗം എപ്പോഴും ഇറക്കാം അല്ലേ? ഇത് പിൽക്കാലത്ത് ഇത്രയധികം വേഷപ്പകർച്ചകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ പലപ്പോഴും മിമിക്രി ആർട്ടിസ്റ്റുകളും വേദിയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആക്ഷൻ ആണെങ്കിലും ഒരു അതിൻ്റെ കണ്ട് പരിപാടിയാണെങ്കിലും ഈ മുടി ചുട്ടിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരുന്നത് ഇത് ശരിക്കും ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു? മനസ്സിലായ ഐഡിയ അതല്ല. മുടി എണ്ണ പോലെ തേച്ച് തലയിൽ അങ്ങനെയൊക്കെ തേച്ചിട്ടുള്ള സംഭവങ്ങളും ഈ ഡ്രസ് കോസ്റ്റ്യൂംസ് അതെല്ലാം പുള്ളിയുടെ മനസ്സിലുള്ള ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതല്ല. വളരെ കളർഫുള്ളായിട്ടുള്ള അന്നത്തെ വലിയ ഫാഷനൊന്നുമില്ല, ബട്ട് കളർഫുൾ ഡ്രസ്സസ് അതെല്ലാം മൂപ്പരുടെ തീരുമാനങ്ങളാണ്.
ഇത് ഈ വേഷത്തിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇൻഹരി നഗർ തോമസ് കുട്ടി അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ 2-3 ദിവസം ഗ്യാപ്പിലാണ് ഇങ്ങോട്ട് വരുന്നത്, ആ മരത്തിലോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ അത്രയും ഫണ്ണായി ചെയ്തിരിക്കുന്ന ഒരു ഗ്യാങ് തന്നെ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് പോകുമ്പോൾ കുറെ സീരിയസ് ആയിട്ടുള്ളതുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് പലപ്പോഴും പ്രേക്ഷകർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അശ്വൻ. ഭാര്യ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറാന്ന് പറഞ്ഞിട്ടുള്ളൊരു വേഷം കൂടിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അമരത്തിലെ വേഷത്തിനെ ഭാര്യയ്ക്ക് പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നൊരു സാധനം. അപ്പൊ അത്രത്തോളം ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണതയാണ് അതിന്റെ അർത്ഥം. കാരണം അത്രത്തോളം അത് ഫലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ തോമസ് കുട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ഒരു ഇത് രാഘവൻ എന്നുള്ളൊരു ക്യാരക്ടറിലോട്ട് വരുന്ന സമയത്ത് അത് എത്രത്തോളം പ്രയാസമുള്ളതായിരുന്നു അത് ശരിക്കും? രണ്ട് ടൈപ്പ് ക്യാരക്ടറാണല്ലോ. ആ ഒരു മൂഡോ ആംബിയൻസോ അല്ല ഇതിനകത്ത് അമരത്തിൽ. ഹരിഹരനിൽ നിന്ന് ഒരു ബന്ധമില്ലാത്ത ഒരു മേഖലയിലൊക്കെയാണ് വരുന്നത്. അതങ്ങനെ എന്താ പറയുന്നത്, അപ്പം നമുക്കത് ചെയ്യാൻ സാധിച്ചു. അല്ലേ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു. ഭാര്യക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ഇതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടർ അഭിനയിച്ചോണ്ടല്ല. സത്യത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് ക്യാരക്ടറാണ്. അല്ല അതിന്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇത്രയൊരു അടുപ്പമുള്ളൊരു ബന്ധം മാധുവായിട്ട് വേണ്ടായിരുന്നുള്ളത് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. അതാ പ്രശ്നം, ശരിക്കും അതാ പ്രശ്നം. ഞാൻ അറിഞ്ഞ അതാണ്. ഒരു സ്ത്രീക്ക് അത് ഇഷ്ടപ്പെടില്ല ഏതായാലും. അത് സ്വാഭാവികമായിട്ട് തോന്നിയൊരു കാര്യം അത് എന്റെ ഭാര്യയ്ക്ക് തോന്നുന്നു പറയാം എന്ന് തോന്നുന്നുണ്ടാകാം. അത് സ്വാഭാവികമാണ്. ഈ വേഷം പറയുന്ന ഇത്തരം സീനുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാണെന്നുള്ള രീതിയിലേക്ക് അറിയായിരുന്നു. അത് പിന്നീട് ചേർത്തപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ലൗദർ സാർ എപ്പോഴും ഈ തിരക്കഥയിലാണെന്നുണ്ടെങ്കിൽ പോലും എഴുതി ചേർക്കപ്പെടൽ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. സിനിമകളുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലും നിമിഷങ്ങളിലും വരെ എഴുതലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ അമരത്തിൽ ശരിക്കും അത്തരത്തിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും തിരക്കഥയില്? ഇല്ല, ഈ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് അല്ലേ? അത് മനസ്സിലുള്ള കഥാപാത്രം തന്നെയാണ്. ഈ പലപ്പോഴും നമ്മൾ മുൻകാലഘട്ടത്തിലെ സീനുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇപ്പോഴത്തെ ചിത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അത്തരം വിഷ്വൽസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു പഴയ കാലഘട്ടത്തെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കുറേയേറെ പ്രയാസപ്പെടാറുണ്ട്. അമരം ശരിക്കും 90കളിൽ നടക്കുന്ന ഒരു കഥയാണ്. എങ്കിൽ പോലും കേട്ടിട്ടുണ്ട് അതിന് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു കടപ്പുറാണെങ്കിലും ഈവൻ തെങ്ങുകൾ പോലും കൊടുന്ന് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതൊന്നും സിനിമ ഒരിക്കലും പറയില്ല. അതെ അതെ, അത് അവിടെ തന്നെ ഉള്ളതെന്ന് വിചാരിച്ചു. നമുക്ക് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. തന്നെ പുറകിൽ ഉള്ള സാധനം ഞങ്ങൾ പിഴുത് കടലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ഫിറ്റ് ചെയ്തു. ആണ് വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി കാര്യങ്ങളും പക്ഷെ വളരെ നാച്ചുറൽ ആയിരുന്നു അത് ശരിക്കും. അതിനനുസരിച്ചിട്ട് ദിവസങ്ങളും ഷൂട്ടിനത് പ്രക്രിയ കൂടി പോകില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തൊരു പ്ലാൻ തന്നെയായിരുന്നു. ഏകദേശം 150 ദിവസത്തോളം ഷൂട്ട് പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇല്ല, ഏകദേശം എത്ര കാലം എടുത്തു? 1.5 മാസത്തോളം സമയം ഷൂട്ട്. കാരണം ഈ ഒരു സബ്ജക്റ്റ് ഒക്കെ ഇവരെ അടിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. തെരയടിക്കുമ്പോ പോവും, വീണ്ടും റീ ചെയ്യും. 1.5 ലക്ഷം അടി എക്സ്പോസ് ചെയ്തു. 15,000 അടി മതി സിനിമയ്ക്ക്. 1.5 ലക്ഷം എന്ന് ആലോചിച്ചു എത്ര രൂപയാണെന്നുള്ള. അത് പ്രത്യേകിച്ച് ആ സമയത്ത് ഈ തിരയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ അമരത്തിന്റെ ഒരു ഫോൺ സ്റ്റൈൽ ഉണ്ട്. അത് കൃത്യമായിട്ടൊരു വേവ്, ഒരു തിരമാല കണക്കെയാണ് കാണുന്നത്. അത് ശരിക്കും അങ്ങനെ ഒരു ഉദ്ദേശം അതിൽ ഉണ്ടായിരുന്നോ അതോ ചുമ്മാ അങ്ങനെ എഴുതി ചേർത്തതാണോ? അതിലെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? ഈ ടൈറ്റിലെ ഒരു തിരമാല കണക്കി അതിന്റെ ഒരു ഫോൺ സ്റ്റൈലിന്റെ ഒരു ഭംഗി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കടലുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആണോ? ആ രീതിയിലേക്ക് അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ആൻഡ് മമ്മൂക്കയുടെ പല വേഷപ്പറിച്ചിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു അത്രയും സ്റ്റൈലിഷ് ആയിട്ട് കൂടി നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മേക്ക് ഓവറിൽ കൂടി കാണുന്നതാണ്. അപ്പം അച്ചൂട്ടിയായിട്ട് ക്യാരക്ടർ അല്ലാതെ രീതിയിലേക്കുള്ള ഒരു വേഷപ്പറിച്ച് ഭയങ്കരമായിട്ട് അത് വിസിബിൾ ആണെന്നുള്ളതാണ്. ഈ ഒരു മാറ്റം ആ കാലത്ത് എങ്ങനെയാണ് ശരിക്കും ചർച്ച ചെയ്തിരുന്നത്? ഇത് പ്രീവ്യൂ ഒക്കെ ആൾക്കാർ ഞങ്ങൾ മദ്രാസിൽ ഇടുമ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇത് മമ്മൂക്ക ഇങ്ങനൊരു വേഷം ചെയ്തത് ആൾക്കാർക്ക് എത്രമാത്രം ഇഷ്ടപ്പെടും. കാരണം ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനൊരു വേഷം ചെയ്തത്. ആദ്യമായിട്ടാണ്. അപ്പം അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു സിനിമാക്കാരുടെ ഇടയിൽ സിനിമ എടുത്തു കഴിഞ്ഞതിന് ശേഷവും. അപ്പം എനിക്കും ഭരതേട്ടനും ലോഹിദാസിനും യാതൊരു ചേഞ്ചും ഇല്ല. അത് ഇഷ്ടപ്പെടും എന്ന് തന്നെ അവർ മാനസികാവസ്ഥയിലായിരുന്നു. കാരണം പിന്നെ സ്ലാങ് ശരിയാവുമോ? അപ്പം നമുക്ക് ആദ്യം തന്നെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ ഇച്ചിരി കൂട്ടാൻ്റെ ചാറ് ഇങ്ങോട്ട് ഒഴിച്ച് അവസാനം. അതൊക്കെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ സീരിയസ്, വളരെ ചിരിയിൽ തുടങ്ങി ആൾക്കാർ, അന്നത്തെ ചെറുപ്പക്കാർ. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ സീൻസ് നമ്മൾ എന്ത് മദ്രാസ് വെച്ച് മറ്റവർ പറഞ്ഞോ, എനിക്കൊന്ന് ജോഷേട്ടൻ ഒഴിച്ച് ഡയറക്ടർ ജോഷേട്ടനില്ലേ പുള്ളി എന്നോട് പറഞ്ഞു, വിളിച്ച് മാറ്റിയെടുത്ത് പറഞ്ഞു
ഒന്നും പേടിക്കാൻ നന്നായിട്ട് ഓടുന്ന സിനിമ. ആ അതെല്ലാം മറ്റുള്ളവർ കൺഫ്യൂഷനിലാണ് പറയുന്നത്, ഇത് എങ്ങനെ ആയിരിക്കും, ഇത് ഇഷ്ടപ്പെടുമോ, സ്ലാങ് ഇഷ്ടപ്പെടുമോ, ആ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നമ്മൾ സിനിമ കൊണ്ട് വരുന്നത്. ഇറക്കുന്നത്. അതെ പക്ഷെങ്കിൽ ഞങ്ങളുടെ ധാരണ എന്തായിരുന്നു അല്ല സംഭവിച്ചത്. ഉണ്ട്. ഈ സിനിമ ഓടിയില്ലായിരുന്നെങ്കിൽ ആ അതൊരു വലിയ വിഷയമാണ്. ശരിയല്ലേ? പിന്നെ അന്ന് ഓടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അതെ സിനിമ അതല്ലേ അത് എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടുള്ളൊരു നഷ്ടത്തെ തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്, അതോ അതിനപ്പുറത്തേക്ക്? അല്ല, സാമ്പത്തിക നഷ്ടപ്രധാനം അതെ. പൈസ മുടക്കുമ്പോൾ അത് കിട്ടണമല്ലോ. ആ പിന്നെ പടത്തിനെ മൊത്തത്തിൽ ബാധിക്കില്ലേ? എല്ലാം പടം ഓടിയില്ല. അപ്പം ഈ ഒരു പടം കളക്ട് ചെയ്യില്ലെങ്കിൽ പല ആൾക്കാരും പറയും അത് ഇതുകൊണ്ടാണ് കളക്ട് ചെയ്യാഞ്ഞത്, ആണ് ഓടിയില്ല, അത് ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം അതിനകത്തുണ്ട്, ആ അങ്ങനെ ഒരു കാര്യം ഇതുകൊണ്ടാണ് അങ്ങനെ അതായിപ്പോയത് എന്നൊക്കെ 100 കുറ്റം പറയാൻ നമ്മുടെ സിനിമയിൽ തന്നെ ആൾക്കാർ പലരും പറയും. അങ്ങനെയൊക്കെ ഈ ശരിക്കും ഈ ക്യാരക്ടേഴ്സ് അത്രത്തോളം മികവുറ്റതാണെങ്കിൽ പോലും അന്ന് ശരിക്കും പ്രേക്ഷകർക്ക് അങ്ങനത്തെ ഒരു ചിന്തയോ താല്പര്യം ഉണ്ടായിരുന്നു, മമ്മൂക്കിന്റെ സ്ക്രീനിൽ ഇങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളൊരു സംസാരം ഉണ്ടോ ശരിക്കും? അങ്ങനെ അല്ല, വേറെ കാര്യം പറയട്ടെ, അങ്ങനെയില്ല. ആർട്ടിസ്റ്റ് ഇപ്പം അശോകനെ തന്നെ എത്ര ക്വാളിറ്റി കണ്ടിരിക്കുന്നു അല്ലേ? നിങ്ങൾ കാണാറില്ല ഇപ്പം അശോകൻ എത്ര വിഷയങ്ങളിലാണ് വന്നിരിക്കുന്നത്, അതെ പയ്യനായിട്ടും വയസ്സനായിട്ടും ഒക്കെ വരുന്നില്ലേ? അതൊന്നും ഒരു വിഷയമല്ല. എന്താണ് സാധനം പറയുന്നത്, എന്താ നിങ്ങൾ സബ്ജക്റ്റ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്താണ് അതിനകത്ത് കള്ളമുണ്ടാക്കി ഇല്ല. അത് ജെന്യൂൻ ആയിരിക്കണം, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, നല്ല സിനിമകൾ ആൾക്കാരെ സ്വീകരിക്കും. അതെ അതിന് തെളിവല്ലേ ഇങ്ങനെയുള്ള നല്ല സിനിമകളൊക്കെ ഓടുന്നത്, വീണ്ടും വരുന്നത് വീണ്ടും വരുന്നതും. ആൾക്കാർക്ക് 15 വയസ്സുള്ള പിള്ളേർ ഇപ്പോൾ പറഞ്ഞത് അത് ഞങ്ങൾ ഇതിനകത്ത് ഫോണിലേ കണ്ടിട്ടുള്ളൂ, അത് കാണണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? അവർക്ക് വീണ്ടും അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ. അതെ നമ്മൾ പച്ചയായ മനുഷ്യൻ്റെ വികാരമായി പറയുന്നത്, അതെ അച്ഛനും മോളുള്ള സ്നേഹം, മോളിങ്ങനെയൊക്കെ ആയിരിക്കണം, മനസ്സിലായില്ലേ? ഇവളുടെ പ്രേമം ഡെപ്ത് പ്രേമമല്ലേ ഇവളുടെ പ്രേമം, അതെ അതും പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ പ്രേമം പറയുന്നുണ്ട്, മമ്മൂക്ക ഉപേക്ഷിച്ച് പോകുന്ന സാധനം പറയുന്നുണ്ട്. അതെ കാരണം മകൾക്ക് വേണ്ടിയിട്ട് ത്യജിക്കുക പുള്ളി. അതെ കാരണം ഇപ്പോഴത്തെ ജനറേഷൻ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്തുകൊണ്ട് വൈ അവർക്ക് ഇപ്പം നിങ്ങളും അച്ഛനാകുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതെ ഒരുപാട് ജെനുവിനിറ്റി ഉണ്ട് ഈ പടത്തിനകത്ത്, ഭയങ്കര വളരെ ജെനുവിനാണ് ഈ പടം. അതുകൊണ്ടൊക്കെ ഈ നേരത്തെ ഈ ഭാഷകളുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് കടപ്പുറത്ത് ഇത്ര ദിവസത്തെ ഷൂട്ട് നടക്കുകയാണ്. ഈ ഷൂട്ട് നടക്കുന്നു, പ്രത്യേകിച്ച് ഈ താരാരാധന ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഉണ്ടായിരിക്കും. നമുക്ക് ഇത്രയും ദിവസം തുടർന്ന് ഷൂട്ട് പോയിട്ടിരിക്കുന്നു, വലിയൊരു മാസം ഇത് അവിടെ ക്രൗഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും? തടസ്സമേ ഉണ്ടായിട്ടുള്ളൂ. കുറേ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ 2 കരയെന്ന് 50 പേരെ വെച്ച് വോളണ്ടിയേഴ്സിനെ എടുത്തു. ആ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ? അവരുടെ നാട്ടിൽ നിന്ന്. ഓക്കെ. ആ അവരാണ് ഇവരെ മാനേജ് ചെയ്തുകൊണ്ട്. കാരണം അന്ന് തച്ചങ്കേരി സാറായിരുന്നു അന്നത്തെ SP അല്ലേ, ആദ്യമായിട്ട് പുള്ളി വരുന്നത് അവിടെ ആലപ്പുഴത്ത്. പുള്ളി നല്ല സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്ക്. ഇപ്പോൾ ഒരു പോലീസ് വണ്ടിയൊക്കെ ഇട്ട് രാത്രിയിൽ എവിടെ പോലീസ് എത്ര വണ്ടി ഉണ്ടായിട്ട് അവർ ഈ പൊടി ഇത് വലിച്ചെറിയും, പൊടി കൊണ്ടില്ല. അവരെ കൂടെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒടുവിൽ ഈ അവിടെയുള്ള ആൾക്കാരാണ് ഈ 100 പേരാണ് വോളണ്ടിയേഴ്സായിട്ട് ഒന്ന് കൺട്രോൾ ചെയ്തത്. അപ്പൊ അവരുടെ കൂട്ടത്തിലെ ആളുകൾ തന്നെയാകുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമല്ലോ. അവിടെ ഉള്ളവർ മാത്രമല്ല, ഇതങ്ങ് ഇവിടെ എറണാകുളം മുതൽ അമ്പലപ്പുഴ വരെയുള്ള ആൾക്കാരുണ്ട്. രാത്രിയാകുമ്പോൾ ഒരു 10,000 പേര് 15,000 മിനിമം ക്രൗഡാ. എന്ത് ക്രൗഡായിരുന്നു ഇത് കാണാൻ വേണ്ടി വരുന്നത്. അവിടെ സൈക്കിൾ ഞങ്ങൾ തുടങ്ങിയുണ്ട്. കുറച്ചും കൂടെ മാറിയിട്ട് സൈക്കിൾ കലാപരിപാടികൾ അവിടെ വലിയ കച്ചവടം പരിപാടികൾ ഒരുപാടായി വൻ പരിപാടികൾ അവിടെ ഉത്സവമായി. അത് തമ്പടിക്കാൻ ആളുകൾ എന്തായാലും ദിവസം വരുന്നു പറയുമ്പോൾ അത് മറ്റൊരു ബിസിനസ്. അതെ, കുറെ ദിവസമായിട്ട് നടക്കുന്നു എന്നുള്ള ഭയങ്കര ആളല്ലേ ഇപ്പോഴും. അതെ, പകലും രാത്രിയും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയുടെ റിലീസ് സമയത്ത് ഭയങ്കരമായിട്ട് നേരിട്ടൊരു മറ്റൊരു പ്രതിസന്ധി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മദ്രാസിൽ ഭയങ്കര സ്ട്രൈക്ക് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഇത് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പറഞ്ഞത്. ശരിക്കും എന്താ അതിന് പിന്നിലെ അതിന്റെ അങ്ങനെ സംഭവം ഉണ്ടായി. ഇവ കൊണ്ടെത്തിക്കണമല്ലോ, എത്തിക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ ആംബുലൻസ് കൊണ്ടിരുന്നത് പ്രിന്റൊക്കെ വിജയലാഭിന്ന്. ആംബുലൻസിൽ ഞാനാ ഇങ്ങോട്ട് വരേണ്ട ആള്. ഈ കോട്ടയം ചങ്ങനാശ്ശേരി ഇങ്ങോട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഒരാൾ അങ്ങോട്ട് തിരുവനന്തപുരം പോകും, ഒരാൾ അങ്ങോട്ട് പോകണം. ഞാൻ വരുമ്പം ആംബുലൻസിൽ ഞാനിരിപ്പുണ്ട്, രോഗിയായിട്ടുണ്ട്. അതായത് ആംബുലൻസ് നമുക്ക് തടയില്ല എന്നുള്ള വിശ്വാസം. അങ്ങനെ ട്രെയിനെ കൊണ്ട് കേട്ടുന്നത് 6:30 ആകുമ്പോൾ ട്രെയിൻ പോരുമില്ല, ട്രെയിൻ വിട്ടുപോകും. അവിടെ എല്ലാം റോഡൊക്കെ തടഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അന്നത്തെ സമരം പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധുവൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കൊണ്ടിരുന്നത്. ഈ അന്നൊക്കെ പിന്നെ
പ്രിന്റ് കൊണ്ടുവരുന്നുണ്ട്. അതെ. ഈ പ്രിന്റ് കൊണ്ടുവരാൻ പല തിയേറ്ററിലും ഈ റെപ്രസെൻറ്റേറ്റീവ്സ് ചിലപ്പോൾ പലയിടത്തും താമസം വരുന്ന സമയത്ത് വരാറില്ല. വണ്ടിയെ കൊണ്ടുണ്ടായി ഷോ തീരുമാനിക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, അപ്പൊ ഈ സമയത്തിന് മുൻപായിട്ട് എത്തുള്ളത് മുൻകൂട്ടി അല്ല എത്തണം, നമ്മൾ പ്ലാൻ ചെയ്യും അങ്ങനെയൊക്കെ. പക്ഷേ അവിടെ എന്തെങ്കിലും വർക്ക് തീരണ്ടായോ? അതുകൊണ്ട് പിന്നെ ഈ വണ്ടിയൊക്കെ അവർക്ക് കിട്ടാതെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇടയ്ക്ക് പിന്നെ റോഡ് ബ്ലോക്ക് മറ്റേ മറിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പം ബസ്സിൽ ലേറ്റ് ആവുക. 3 മണിക്ക് ഇപ്പം മാറ്റിന് വെച്ചാൽ ചിലപ്പോൾ 3 മണി കഴിഞ്ഞ് കുറേ സമയത്തായിരിക്കും എത്തുന്നത്. ആൾക്കാർ ബഹളം ഉണ്ടാക്കും, ചില അടി കൊടുക്കാറുണ്ട്. തിയേറ്ററുകാർ വലിയ കേസുകളുണ്ട്. അങ്ങനെ ഒരു ഓർമ്മയുള്ള സംഭവം ഏത് സിനിമയുടെ ആയിരുന്നു ശരിക്കും എത്താതെ? അല്ല, എനിക്ക് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. കാരണം പ്രിന്റ് വരാൻ വൈകിട്ട് പിന്നെ ഒരുപാട് ലേറ്റായിട്ട് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി. അതൊരു മൾട്ടി സ്റ്റാർ മൂവി, മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ട് അഭിനയിച്ച പടമല്ലേ, കുറേ പേരുണ്ട്, ഞാനും ഉണ്ട് അതിനകത്ത്. അപ്പം അതിനകത്ത് ഇങ്ങനെ പറഞ്ഞ പോലെ ഒരാൾ വിളിച്ചിട്ട് അടി ലേറ്റായതിന് തിയേറ്ററുകാർ കുത്തിനെ പിടിച്ചു. നീ ഇത്ര ആൾക്കാർ നിൽക്കില്ലടാ, നീ മറ്റേ കാണാൻ മറിച്ചാന്നൊക്കെ ചോദിച്ചോണ്ട് തല്ലാൻ പിടിച്ച് തല്ലിന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഏതോ ഒരു തിയേറ്ററിൽ. അപ്പം ഇങ്ങനെ പല സെൻറ്റേഴ്സിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അപ്പം എല്ലാ ഉത്തരവാദിത്തം മുഴുക്കെ റെപ്രസെന്റേറ്റീവിന്റെ മേലായിട്ട് കാരണം അയാൾ അറിഞ്ഞു വായിക്കുന്നത്, അയാൾ ധ്യാനം മറ്റു കാരണം കൊണ്ടായിരിക്കും വൈകുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയൊരു റിസ്കി ഒരു സംഭവം ഇതിനകത്തുണ്ട്. നല്ലപോലെ ഉണ്ടാവാറ്. ഇപ്പൊ നമ്മൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമോ അല്ലെങ്കിൽ വലിയ താരങ്ങൾ ഉണ്ടാവുന്ന ചിത്രമാകുമ്പോൾ ഒരു സ്പെഷ്യൽ ഷോ വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മിഡ് നൈറ്റ് ഷോ ഒക്കെ വെക്കാം. അന്ന് ശരിക്കും അതിലൊരു സ്പെഷ്യൽ ഷോ വെക്കാറുണ്ടോ, അല്ലെങ്കിൽ വെക്കുന്ന ഒരു സമയം ശരിക്കും ഏതായിരുന്നു? നമ്മളീ പെട്ടി ഇവിടെ കൊടുക്കുന്ന സമയത്ത് ആള് നിറഞ്ഞിരിക്കുകയാണ്, നമുക്കല്ലേ മെയിൻ ഹീറോ. അതായത് ഇട്ട് നോക്കണം അവർക്ക്, ഇതൊക്കെയല്ലേ കളിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇത് അവരുടെ ഇതിനകത്ത് പ്രൊജക്ടറിൽ വഴി കാണുന്ന സാധനമാണല്ലോ, കുറെ പരിപാടിയുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ് ലൂൺ ഷോ കാണാൻ വേണ്ടിയിട്ട്. അന്ന് 10:30-ഒക്കെയാണ് ലൂൺ ഷോ ഒക്കെ അല്ലേ, 10:00 അങ്ങനെയൊക്കെയാണ്. അപ്പൊ പിന്നെ അങ്ങ് നീണ്ടുപോയാലൊക്കെ പ്രശ്നമാണ്. അതൊക്കെ കൃത്യമായിട്ട് സാധനം എത്തണം അവിടെ. അതൊക്കെ ബാക്കിയുള്ള ഷോകളും അതനുസരിച്ചിട്ട് അതിന് സമയത്തിന് ബാധിക്കും, നീങ്ങും. അതൊക്കെ സാധാരണ പണ്ടൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ആൾക്കാർക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്താലും ഒരു വിഷയമൊന്നും അല്ല. ഇപ്പൊ ഇന്നാണെങ്കിൽ പോലും ഇപ്പൊ ഒരുമിച്ചൊരു സിനിമകളിൽ അല്ലെ പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണൊക്കെ വരുന്ന സമയത്ത് ഇത്തരം ചിത്രങ്ങളുടെ റിലീസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ റിലീസ് ഡേറ്റ് മാറ്റി വയ്ക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ അന്നാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു തീരുമാനിക്കുകയും അതിന്റെ പോസ്റ്റർ വരികയും അപ്പോൾ അത് പിന്നീട് വേണ്ടാന്ന് വെക്കുകയും, അപ്പോൾ പലപ്പോഴും ഈ അന്ധവിശ്വാസങ്ങളുടെ വലിയൊരു മേഖലയാണ് ശരിക്കും സിനിമ മേഖല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അന്നൊരു പേടി ഉണ്ടായിരുന്നു ശരിക്കും? ആദ്യം ഒരു തീരുമാനിച്ച് പിന്നീട് മാറ്റിയതാണെന്ന് കേട്ടിട്ട് ഈ പടം ആദ്യത്തെ ഡേറ്റ് മാറ്റിന്ന് കേട്ടത് സെൻസറിങ്ങിന്റെ ഒരു ഡേറ്റ് പോസ്റ്റർ ആദ്യം ചെയ്യും പിന്നീട് ക്യാൻസൽ ചെയ്യുമെന്തോ ചെയ്തു. അതെ, അന്ന് ഈ സാധാരണ സിനിമയിൽ പറയാറുള്ളത് ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ പടം പിന്നെ പോക്കാന്നൊരു ധാരണയുണ്ട്. മാറ്റി വെച്ചാൽ പിന്നെ തീർന്നു. സിനിമയിലെ അന്ധവിശ്വാസം. സിനിമ നല്ലതാണെങ്കിലും കാര്യമില്ല, എന്തായാലും ശരി, അത് ഒരു അർത്ഥമില്ലാത്ത ഇത് ഡേറ്റ് മാറ്റി. ഇനിയിപ്പോൾ പിന്നെ പറയുന്നത് ഇതിപ്പോൾ വന്ന പോസ്റ്ററിൽ സിനിമ വന്ന പടമാണെന്ന് പറഞ്ഞ് പല ആൾക്കാരും അങ്ങനെ അങ്ങ് പോകും. ഇത് വന്നതാണല്ലോ നേരത്തെ എന്ന് വരിക്കുന്നൊക്കെ അന്ന് പറഞ്ഞു വരുത്തി. ആദ്യത്തെ പോസ്റ്റർ വന്നിട്ട് ആ പോസ്റ്റർ വെറുതെ അങ്ങ് തണുത്താൻ പോയി. അല്ല, പോസ്റ്റർ ഒട്ടിച്ചു, ഒരു ഡേറ്റ് പറഞ്ഞ പോസ്റ്റർ ഒട്ടിച്ചു. അത് ആ ഡേറ്റ് നടന്നില്ല, സെൻസറിന്റെ ഒരു ഡിലേ ഉണ്ടായിരുന്നു. പിന്നീടാണ് വേറെ ഡേറ്റ് വായിക്കപ്പെടുത്തത്. ഫെബ്രുവരി റിലീസ് ചെയ്ത പടം ജനുവരി ആദ്യം വെച്ചത്. വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിലീസ് മാറ്റി വെക്കുന്നതിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് തിരിച്ച് വലിയ സ്ക്രീനിൽ ആ സിനിമ എത്തുന്ന സമയത്ത് നമ്മൾ മിസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് പുലിച്ചേട്ടനില്ല, ലളിതാമില്ല, വളരെ അപൂർവം പേര് മാത്രമേ ഉള്ളൂ. ചിരഞ്ജീവികളാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ ശരിക്കും അങ്ങനെ ഏറ്റവും അന്ന് ഓർക്കുന്ന ഒരു സീൻ, ചിലപ്പോൾ ഇത്രയും താരങ്ങളുള്ളതുകൊണ്ടും ഇത്രയും വ്യക്തികളുള്ളതുകൊണ്ടും അത് അണിയറയിൽ നിന്നും കുറെ പേര് നമുക്ക് നഷ്ടമായിട്ടുണ്ടല്ലോ ജെൻസ്. അപ്പം അങ്ങനെ ഒരു ഓർക്കുന്നൊരു പിന്നണിയിലുണ്ട്. അതെ, വളരെ അപൂർവമായിട്ട് മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഏറ്റവും ഓർക്കുന്ന ഒരു സമയം ശരിക്കും എന്തായിരിക്കും ലൊക്കേഷനിൽ? തിരിച്ച് സ്ക്രീനിൽ ഇല്ലാത്തതിന്റെ വിഷമം ഏതായാലും ഞാൻ നോക്കുന്നുണ്ട്. അത് ഒരിക്കലും ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. ഞാനൊക്കെ എടുത്തത് ഞങ്ങൾ നല്ലൊരു കണക്ഷൻസ് ഉണ്ട്. ഈ കണക്ഷന്റെ കേസ് പറയുമ്പോൾ നമുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് എപ്പോഴും
മുരളിയായിട്ട് എനിക്ക് സീൻ ചെയ്യുമ്പോൾ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്, അത് ലോക്ക് ചെയ്യാറുണ്ട് വിഷ്വൽസ്. പ്രത്യേകിച്ച് നമ്മൾ ക്ലൈമാക്സിലൊക്കെ അശ്വിൻ ചേട്ടൻ്റെ അടുത്ത് തോണിയിൽ വന്ന് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സീനിലൊക്കെ പ്രത്യേകിച്ച് നമുക്കത് കാണാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ എനിക്കറിയില്ല മുരളി എനിക്ക് ശത്രുവായിട്ട് മാറി എന്നുള്ള സംഭവം. അപ്പോൾ ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ടോ? ഐ മീൻ എന്താണ് ശരിക്കും ഇതിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അത് മമ്മൂക്കയുടെ ഇന്റർവ്യൂ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് പറഞ്ഞത്, എന്താണെന്ന് അറിയില്ല. അവർ തമ്മിലെ എന്തെങ്കിലും മറ്റേ പുള്ളി ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. തെറ്റിദ്ധാരണ എല്ലാ രംഗത്തും ഉണ്ടല്ലോ, ധാരണയും തെറ്റിദ്ധാരണയുണ്ടല്ലോ. സിനിമയിൽ കൂടുതൽ തെറ്റിദ്ധാരണകളാണ് സിനിമയിൽ. അങ്ങനെ സംഭവിച്ചതാണ്. എന്താന്ന് റീസൺ നമുക്ക് സത്യത്തിൽ അറിയില്ല, ഒന്നും ഉണ്ടാവില്ല. ഒരു പക്ഷേ പുള്ളിയുടെ ഇന്റർവ്യൂ മമ്മൂക്കയുടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞത് അങ്ങനെ നമ്മളും കേൾക്കുന്നത് വേറെ നമുക്കറിയില്ല. നമുക്ക് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അമരത്തിലെ നായകൻ ആക്ച്വലി അശോകനാണ് എന്ന് പറഞ്ഞൊരു സംഭവം ഹീറോ അല്ലേ? അതെ. അല്ല, ഈ സിനിമയിലെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ പണ്ടുവരെ നമ്മൾക്ക് പിന്നെ പ്രേമം ഉണ്ടെന്നുണ്ടെങ്കിൽ പാട്ടും ഉണ്ടെങ്കിൽ അതാണ് ഹീറോ. നായികയോടെ ഉണ്ടെങ്കിൽ അല്ലെ, നായകനുണ്ടെങ്കിൽ പേരുണ്ടെങ്കിൽ ഇവര് നായിക എന്ന് പേര് വരുന്നത് ഈ പ്രേമവും പാട്ടും ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത് ഹീറോയി. അത് നമുക്ക് അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ അഭിനയിക്കുമ്പോൾ അപ്പൊ ഞങ്ങൾ ഇന്നാളത്തെ ഇത് പുള്ളി ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ പ്രൊമോഷൻ ഇരിക്കുന്ന സമയത്താണ് അത് പറഞ്ഞു, അതിൽ നീ അല്ലേ ഹീറോ? ഞാൻ പറഞ്ഞത് ഞാൻ ഹീറോ ആണ്, 3 പേര് ഹീറോ ആണ്, പക്ഷെ പ്രധാന പറയുന്നത് നമുക്ക് തന്നെ എന്ന്. അതല്ല, ഇത് കാമുകിയെ അവസാനം കൊണ്ടുപോകുന്നത് അതെന്ന് വെച്ചാൽ അവരാണ് ഹീറോ. പുള്ളിനെ കൊണ്ട് പറയാം. ഈ പണ്ട് കാലങ്ങളിൽ തന്നെ പറയും, ഈ സത്യനും പ്രേംനസീറും മധു ഒക്കെ അഭിനയിക്കുന്ന സിനിമ അന്നത്തെ. അപ്പൊ അതിനകത്ത് പല പടങ്ങൾ, ചില പടങ്ങളിൽ സത്യനും മധു ആയിരിക്കും കേന്ദ്ര യഥാർത്ഥത്തിൽ ക്യാരക്ടർ. ഈ നസീർ സാർ ചിലപ്പം കാമുകിയായിട്ടുള്ള പാട്ടും അവസാനം കല്യാണം കഴിച്ച് പോകുന്നൊക്കെ ആയിരിക്കും. പക്ഷെ പേര് വരുന്നത് എത്രയോ പടങ്ങൾ അങ്ങനെ. അല്ല, അങ്ങനെയാണേ പറയാം. അതെ, അല്ലെ, എനിവേ വളരെ പ്രോമിൻ ക്യാരക്ടർ തന്നെയാണ്. അല്ലെങ്കിൽ നായകന് തുല്യം തന്നെ വേഷം തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് ഈ അമരത്തിന്റെ 2ാം വരവിൽ എത്തുമ്പോൾ ആ സന്തോഷത്തിന് ഇരട്ടി മധുരാക്കുന്ന മറ്റൊന്നും കൂടി ഉണ്ട്. ശരിക്കും മമ്മൂക്കയുടെ ഒരു തിരിച്ചറിവ് നമ്മൾ ഈ അടുത്ത് കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്തിരുന്നു, കുറച്ച് പ്രൊജക്ടിലൂടെ കണ്ടിരുന്നു. അപ്പൊ അമരം തിരിച്ചു കാണാൻ പറ്റുന്നു എന്നുള്ളതിന്റെ വാർത്തയ്ക്കൊപ്പം തന്നെയാണ് മമ്മൂക്കയുടെ വരവ്. എത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ്. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. പിന്നെ വളരെ സന്തോഷം. മമ്മൂക്ക നമ്മുടെ ഒരു ഭാഗമല്ലേ. പിന്നെ അതെല്ലാവരും സന്തോഷിക്കുന്ന കാര്യമാണ്, അത് വളരെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എല്ലാവരും. ശരിക്കും നവംബർ 7-ന് എത്തുമ്പോൾ അല്ലെ മമ്മൂക്കയുടെ അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും. ഈ നായികയുടെ കേസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാതെ, പ്രത്യേകിച്ച് മാധുക അത്രത്തോളം അമരത്തിലെ പോലെ അല്ലെങ്കിൽ സതയും സന്ദേശം പോലെ അത്ര ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു നായിക പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് എന്തുകൊണ്ട് പിന്നീട് കണ്ടില്ല ചിന്തിച്ചിട്ടുണ്ടോ? മാധുവിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചെയ്ത വേഷങ്ങളൊക്കെ അത്രയും ആ സമയത്ത് നിന്നുള്ള രീതിയിലേക്ക് സവിത ഒക്കെ അഭിനയിച്ചു, ഞാനും ഒക്കെ അഭിനയിച്ചാണ് സവിതത്തിൽ. അതെ, അല്ല ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്ത വേഷങ്ങളെല്ലാം മികച്ചുള്ളതാണ്. സന്ദേശം സതയും ഒക്കെ അവര് അമേരിക്കയിൽ കല്യാണം കഴിച്ച് സ്ത്രീകളുടെ കാര്യം ഇങ്ങനെയാണല്ലോ കൂടുതലും. അവര് സിനിമയിലൊക്കെ അഭിനയിച്ചാൽ കുറെ കഴിയുമ്പോൾ അവർ കല്യാണമൊക്കെ ചെയ്തല്ലേ ഉപേക്ഷിച്ച് പോകുന്നു. നമ്മൾ സിനിമ പണ്ട് വരെ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മെസ്സേജ് ഒക്കെ അമേരിക്കയിലാണ്. അപ്പം പല നമ്മുടെ ഹീറോയിൻസും ഒരുപാട് പിന്നെ ആക്ട്രസുകളൊക്കെ അങ്ങനെയാണ്. കല്യാണം കഴിച്ചാൽ പിന്നെ പലതും അങ്ങനെ അവരങ്ങനെ അങ്ങ് പോയി, പിന്നെ അതിനോടൊരു താല്പര്യം കാണിക്കില്ല. കുറച്ചൊരു മാത്രം നിൽക്കുന്നവരുണ്ട്, അത്രയേ ഉള്ളൂ. ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെയില്ല, ആണുങ്ങൾക്ക് അങ്ങനെ വരാറില്ല. വളരെ ചുരുക്കെ കല്യാണം കഴിച്ചാൽ ഇല്ലെങ്കിൽ സിനിമയും കൂടുതൽ പേരുണ്ടാവും. അതെ അതെ. ഈ ഇതിലത്തെ ക്യാരക്ടേഴ്സിന്റെ കേസ് പറയുമ്പോഴാണെങ്കിലും അതിന്റെ ഒരു സിനിമയുടെ തുടക്കത്തിൽ ഒരുപക്ഷെ അത്ര പൂർവ്വമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പാട്ടിലൂടെ തുടങ്ങുന്നു. ആ പാട്ടിൽ എത്രത്തോളം അതിന് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം ആ ഒരു സോങ്ങിലൂടെ തന്നെ റിവീൽ ചെയ്യുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. പ്രത്യേകിച്ച് അതിലെ തുടക്കത്തിൽ തന്നെ മമ്മൂക്ക കുഞ്ഞിൽ പിടിച്ച് കൈകുഞ്ഞായിട്ട് വരുന്നു, വഞ്ചിയിൽ വരുന്നു. അതിൻ്റെ തന്നെ ആ ഒരു കാലഘട്ടം മുഴുവൻ, ഫ്ലാഷ് ബാക്ക് മുഴുവൻ ഒരു പാട്ടിലൂടെ വരുന്നു. അശോക് ചേട്ടൻ്റെ ആണെങ്കിലും അതിന് ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ അതിൽ വരുന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ ഈ പാട്ട് എത്രത്തോളം ബിംബമാവും ഒരു സിനിമയുടെ മുകളിലോട്ട് കൊണ്ടുവന്നെത്തിക്കാൻ ആ പാട്ട് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് ശരിക്കും പുലരേപ്പൊന്നുണ്ട്. പിന്നെ പാട്ട് ഭയങ്കര രസമായിട്ടല്ലേ, ആൾക്കാർക്ക് കണ്ടോണ്ടിരിക്കാനുള്ള നല്ല മൂടല്ലേ. പിന്നെ അത് നന്നായിട്ട് കൈതപ്പുറം നല്ല എഴുതിയിരിക്കുന്നത് പിന്നെ രവീന്ദ്ര മാസ്റ്റർ, പിന്നെ റീറിക്ക് അടിക്കുന്നത് ജോൺസനാണ്. എല്ലാവരും അന്നത്തെ ശരിക്കും മമ്മൂക്കയുടെ ആ സീൻ, അത് മമ്മൂക്ക തന്നെ വഞ്ചി തുഴയുന്ന സീൻ വെച്ചിട്ട് തന്നെ അത് മമ്മൂക്ക നന്നായിട്ട് തുഴയും ആണല്ലേ. അസലാണ് നമ്മൾ ഒരൊക്കെ പേടിച്ചു പോയില്ലോ. ആദ്യമായിട്ട് പുള്ളി വന്ന് ഈ വള്ളത്തെ, ചെറിയൊരു വള്ളത്തെ തുഴഞ്ഞ് മുന്നോട്ട് പോയിട്ട് അത് തുഴഞ്ഞു പോയി. ഞാനൊക്കെ അന്തം പെട്ട് എനിക്ക് പേടിച്ചിട്ട് പോയി. ഞാനും പറയട്ടെ, ഞങ്ങൾക്ക് അറിയില്ല ഇത്, എനിക്ക് പേടി. ഈ കടലിൽ എന്താ സംഭവം അറിയില്ല. പുള്ളി
അവിടെ അല്ലേ പുള്ളിയുടെ വീട്, ആ. ഈ നമ്മുടെ കായലിന്റെ സൈഡിലെ ആ. പുള്ളിക്ക് അറിയാൻ തൊഴാനൊക്കെ. ആ, ശരിക്കും ആ നമുക്ക് അറിയാം ഓൾറെഡി തുഴയാൻ അറിയാം. അറിയാം. ആ. അപ്പൊ ശരിക്കും ഇത്ര സീനുള്ള ഒരു സമയത്ത് ഇപ്പോൾ മധുവമ്പാട്ടായിരുന്നു ഇത് സിനിമാറ്റോഗ്രാഫി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഈ കടൽ സീൻ എടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ശരിക്കും ഇത്തരം സീനുകൾ വരുന്ന സമയത്ത് എടുക്കാൻ. അതിന്റെ ഒരു എന്തെങ്കിലും ടെക്നിക് പരിപാടികൾ എന്തായിരുന്നു ശരിക്കും അന്ന് ചെയ്തിരുന്നത്? ഒരു ടെക്നിക്കും ഇല്ലായിരുന്നു. ഇതിപ്പോ ഇത് തിരമാല അടിക്കുമ്പോൾ വീണ്ടും റീ എടുക്കുക, 1.5 ലക്ഷം അടി. ഒന്നര ലക്ഷം അടി പറയുമ്പോൾ 1.5 ലക്ഷം അടി വെള്ളത്തിൽ വരച്ചോലായി പോയി. കടലാണല്ലോ. അതെ അതെ. അമരത്തിന്റെ വിശേഷങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും അമരവുമായി കണക്ട് ചെയ്തിട്ട് ഞാൻ ഒരു 2, അതായത് ചൂസ് 1 എന്നുള്ള രീതിയിലേക്ക് പോകണം. വളരെ പെട്ടെന്ന് നമുക്ക് പോവാം. ആ 2-1 ഏതെന്നുള്ളത് തീരുമാനിക്കാം 2 പേർക്കും. ഓക്കെ, സോ അമരത്തിലെ അച്ചുട്ടി ഓർ വാത്സല്യത്തിലെ രാഘവൻ, മമ്മൂക്ക ഏതായിരിക്കും ബെസ്റ്റ്? ആരോടാ ചോദിക്കുന്നത്? 2 പേർക്ക് പറയാം. എനിക്ക് അച്ചുട്ടി തന്നെയാണ്. അല്ല, പിന്നെ ഈ രാഘവൻ എന്ന് പറഞ്ഞപ്പോഴാണ് അവിടുത്തെ രാഘവൻ നമുക്ക് ഇവിടെ രാഘവനാണ് അല്ലേ ഒരു ക്യാരക്ടറിന്റെ പേര്. നമുക്ക് ഓൾറെഡി അമരത്തിലെ അശോകൻ ചേട്ടന്റെ പേര് രാഘവനാണ്, വാത്സല്യത്തിലെ മമ്മൂക്കയുടെ രഘു. അതെ, യെസ്. ആൻഡ് തോമസ് ഊട്ടി ഇനി ഹരിനഗർ, രാഘവൻ അമരം, രണ്ട് ടൈപ്പ് ക്യാരക്ടർ. അതെ, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്താൻ പറ്റില്ല. ഞാൻ വിലയിരുത്തുകയാണെങ്കിൽ അത് ശരിയാ, ക്യാരക്ടറിന്റെ ഒരു ശക്തിയും സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഡെപ്തുള്ള ക്യാരക്ടർ അമരം തന്നെയാണ്. അമരം തന്നെയാണ് ക്യാരക്ടർ. പ്രൊഡ്യൂസർ മിന്നമനിയുടെ നുറുങ്ങോട്ടം ഓർ അമരം? സവിത ഉണ്ട്, കുറെ സിനിമ. അല്ല, ഞാൻ ഈ 2 എന്നുള്ള രീതിയിലേക്ക് അമരം തന്നെയാണ്. ഇത് അമരല്ലാതെ മറ്റൊരു ഉത്തരം വരില്ലാതെ ഉള്ളൂ. ഓക്കെ, സംവിധാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരതൻ സാർ, കാതോട് കാതരം ഓർ അമരം? എനിക്ക് അമരമാണ്. അമരമാണ്. ഞാൻ അഭിനയിച്ചോണ്ട് മാത്രമല്ല, അല്ലാത്ത നമ്മൾ അല്ലെങ്കിൽ പറയും ഈ പക്ഷെ അമരമാണ്. ആണ്, അതിൽ മാറ്റമില്ല. ഓക്കെ, എഴുത്തുകാരനായിട്ട് ലോഹിദാസ, ഭരതം ഓർ അമരം? ഭരതം ഓർ അമരം? ലോഹിദാസൻ എഴുത്തിലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമരം തന്നെയാണ്. അമരിൽ അതൊരു ഉത്തരം എനിക്ക് കിട്ടുമോ? ഓക്കെ, മുരളിച്ചേട്ടൻ ആധാരം, അതായത് ബാപ്പുട്ടിയായിട്ട് ആധാരത്തിലുണ്ടായിരുന്നു. അമരത്തില് കൊച്ചുരാമൻ ഏതായിരിക്കും? പക്ഷെ എനിക്ക് ആധാരത്തിലെ വല്ല ക്യാരക്ടർ ബാപ്പുട്ടി അല്ലേ? അതിനകത്ത് ഹീറോയും കൂടെ വിളി. അത് നല്ല പടമാണ്. എനിക്ക് അല്ല, അമരത്തിലെ ഈ പറഞ്ഞ പുള്ളിയുടെ കൊച്ചുരാമൻ ഉഗ്രം ക്യാരക്ടറാണെങ്കിൽ പോലും ആഭാരത്തിലെ ഹീറോ ആണ് പുള്ളി. നല്ല വേഷമാണ്. അപ്പൊ എന്തായാലും ഈ സിനിമകളുടെ വിശേഷങ്ങൾക്കൊപ്പം തന്നെ പാട്ടുകൾ കൊണ്ട് സമ്പന്നമാണ് എന്ന് പറഞ്ഞു. നമുക്ക് മുമ്പിലിരിക്കുന്നതും പാടുന്നവരാണ് അല്ലെ, നിർമ്മാതാവും നടനും എന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പാടുന്നവർ കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സിനിമ കുറേ കൂടെ കണക്ട് ആവുന്ന ശരിക്കും പുലരെ പൂന്തോണി നമ്മുടെ അവിടെ ഉത്സവങ്ങളിൽ നാദസ്വരംകാരും ഭയങ്കര ഗംഭീരമായിട്ട് വായിക്കുന്ന പാട്ടുകളിൽ ഒന്നിതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ട് കൂടിയാണ്. അപ്പം പലപ്പോഴും ഈ ഫാസ്റ്റ് നമ്പർ സാധനം വെക്കുമ്പോൾ പഴയൊരു ചിത്രത്തിൽ ഈ പാട്ട് പുലരെ പൂന്തോണി വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു വൈബ് വേറെയാണ്. അപ്പം എനിക്ക് എല്ലാവരും ഈ നാദസ്വരം ഇഷ്ടപ്പെടുന്നവരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു പാട്ടായതുകൊണ്ട് തന്നെ അശ്വിൻ ചേട്ടാ പുലരെ പൂന്തോണി 2 വരി തട്ടി. ഒരു അക്ഷരം പോലും എനിക്കറിയില്ല. ഓപ്ഷൻ ഉണ്ട്, വിരാഗനം അല്ല വിരാഗനം ഇത് പറയാം, അഴകിയ പാടാം, അതെല്ലാം ബെസ്റ്റ് പാട്ടാ. അതെ, അപ്പൊ ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ഒന്നും ലൈൻസ് അറിയില്ല, അറിയുന്ന പോലെ. അഴകേ നിന്നിഴി നീർമണിയിൽ കുളിരല തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൻ മുത്തു പൊഴിക്കരുതേ, പരിഭവങ്ങളിൽ ഉടന്നയിൽ തെങ്കിട ഒരു മെൻമുകിലിന് നനതരിരേറിയ പൂന്തളിരേരിന്നരല്ലാലൽ അഴകേ അഴകേ നിന്നിഴി നീർമണിയിൽ കുളിരല തൂകരുതേ, കരളേ നീ എൻ്റെ കിനാവിൻ മുത്തു പൊഴിക്കരുതേ. അപ്പൊ എന്തായാലും ഈ 2ാം വരവിലെ റിലീസിൽ മമ്മൂക്കട അവതരിപ്പിച്ചുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? ശരിക്കും റീ റിലീസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയിച്ചപ്പോ എന്തായാലും അല്ല, മമ്മൂക്കയുടെ പ്രസ്റ്റീജ് പടമല്ലേ അത്? അതെ അതെ. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി തിയേറ്ററിൽ എത്താനും കാണാനും, ഒരുപക്ഷെ അന്ന് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ജനിക്കാത്ത തലമുറകളുടെ മക്കൾക്ക് വരെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ലോകം മൊത്തമാണ്. അതെ അതെ അതെ. ഗൾഫുണ്ട്, അമേരിക്ക, കാനഡ, എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ഒരിക്കൽ കൂടി അല്ലെ 2ാം വരവിലും അത് അല്ലാത്ത പ്രേക്ഷകരിലേക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആവട്ടെ എന്നുള്ളതും, നേരത്തെ നിർമ്മാതാവിന് മാത്രമല്ല നടന്മാർക്കും 2ാമതും സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അതുകൊണ്ട് ഗുണം എല്ലാവർക്കും ഉണ്ടാവട്ടെ. യെസ്, താങ്ക് യു സോ മച്ച്.